കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് കൃപയാൽ ഈ ദിവസം അവന്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കാൻ ഒരു അവസരം നൽകി. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ഈ ചെറിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സംഭവബഹുലമായ ഒരു ആഴ്ചയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഒന്ന് രണ്ട് ഭൂപ്രദേശങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാറ്റപ്പെട്ടത് നമ്മൾ കണ്ടു. മൃഗങ്ങളും മനുഷ്യരും കുട്ടികളും അവരുടെ ആജീവനാന്ത സമ്പത്തും എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയി. രക്ഷപ്പെട്ടവർ അവരുടെ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഉടുതുണിയുമായി ക്യാമ്പുകളിൽ കഴിയും. അത് നമ്മൾ ഓർക്കുമ്പോൾ ദൈവം നമ്മെ എത്രമാത്രം ഈ ആഴ്ച കരുതി. നമുക്കും പലവിധമായ അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു, കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ. എന്നാൽ ദൈവം തന്റെ കൃപയാൽ നമ്മളെ കാത്തു സൂക്ഷിച്ചു. ആ കൃപ അത്രമാത്രം വലുതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നാണ് പറയുന്നത്. റോമർ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ച വിളി നാം തിരിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് പുറകോട്ട് പോയി ചിന്തിക്കാൻ കഴിയും. നമ്മൾ ഇന്ന് വരെ കടന്നു വന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മളത് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാനല്ല, മറിച്ച് ദൈവത്തോടുകൂടെ നിത്യമായി സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആമേൻ. കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, പട്ടിണിയില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത ഒരു ലോകം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പോകണമെങ്കിൽ നാം ഇവിടെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തെ ആരാധിച്ച് ജീവിച്ചാൽ മാത്രം മതി. മറ്റൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായും നാം സ്വർഗരാജ്യത്തിന് യോഗ്യരായി. ഇത്രയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാം നന്മ ചെയ്യുന്നവരായി മാറും എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ 2 ആഴ്ചകൾക്ക് മുമ്പ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖിതരും ദുരിതം ബാധിതരും ഒറ്റപ്പെട്ടും എല്ലാം നഷ്ടപ്പെട്ടും കുടുംബത്തിൽ ഒരാൾ മാത്രം ശേഷിച്ചൊക്കെ ഇരിക്കുന്ന അവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അവരെ മരണത്തിൽ നിന്ന്, കെണിയിൽ നിന്ന് രക്ഷിച്ചല്ലോ. അവരുടെ ജീവകാലത്ത് അവര് നിത്യജീവനെ കൂടി പ്രാപിക്കാൻ ദൈവം അവർക്ക് കൃപ നൽകട്ടെ എന്ന് കൂടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് കഴിയും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം 11, 12, 13 വാക്യം വായിക്കാം. പഴയ നിയമത്തിലെ പുസ്തകമാണ്. അലമാരിയിലൊരു ബൈബിളിൽ ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവർ ദേവന്മാരല്ല താനും. എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആകാശമേ, ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനും വാക്കുമാറാത്തവനുമായ സ്വർഗീയ അപ്പാ, നല്ല പിതാവേ, ഞങ്ങൾ വായിച്ച തിരുവെഴുത്തുകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനത്തിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ നീക്കം വരികയില്ല ഞങ്ങളുടെ വാഗ്ദത്തമുണ്ട്. ഇന്ന് ഈ സമയം ഞങ്ങൾ വായിച്ച വചനത്തിലെ വള്ളിക്കും പുള്ളിക്കും നീക്കം വരുത്താത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലെ ഞങ്ങൾക്ക് ആവശ്യമായ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ആവശ്യമായ കാര്യങ്ങളെ ഞങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി അങ്ങയുടെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും വഴികളിലും ഞങ്ങൾ നടന്ന് മഹത്വത്തിൽ അങ്ങേ സന്നിധിയിൽ എത്തുവോളം ഞങ്ങളെ കൃപയിൽ കാക്കേണ്ടതിന് ഈ ദിവസം ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഓൺലൈനിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരെയും
പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെരമ്യാ പ്രവാചകനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ BC 626 മുതൽ BC 587 വരെയുള്ള കാലഘട്ടം ഇസ്രായേലിൽ പ്രവചിച്ചു വന്നിരുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് ആര്? യെരമ്യാവ്. ഇംഗ്ലീഷിൽ ജെറമായ എന്ന് പറയും. അപ്പം ഈ പ്രവാചകനെ വിളിക്കുന്ന ഒരു പേരാണ് വീപ്പിംഗ് പ്രോഫറ്റ്. എന്ത് പേരാണ്? എന്താണ് പദ്ധതി? വിലപിക്കുന്ന പ്രവാചകൻ. ആരെക്കുറിച്ച് ആ പ്രവാചകന്റെ വിലാപം? തന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു BC 626 മുതൽ 587 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലെ യൂദയ പ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട പ്രവാചകനായിരുന്നു യെരമ്യാവ്. ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യൂദയ ഭരിച്ചിരുന്നത് ജോസിയ എന്ന് പറയുന്ന രാജാവായിരുന്നു. പിന്നീട് സോളമന്റെ ഭരണകാലവും അതിനുശേഷം യെരുസലേം ദേവാലയം തകർക്കപ്പെട്ടതുവരെയും ഉള്ള കാലഘട്ടങ്ങളിൽ ഭാവി കാലത്തും താൻ ജീവിച്ചിരിക്കുന്ന കാലത്തും ഉടനടിയും പിന്നാലെയും സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് ഇസ്രായേലിന് പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത മഹാനായ പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു യെരമ്യാവ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും BC 626 മുതൽ 587 വരെ എന്ന് വായിക്കുമ്പോ പുറകോട്ടാണ് നമ്മൾ പഠിച്ചതല്ലേ? BC അങ്ങനെയാണ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. മനസ്സിലാവുന്നല്ലോ? BC എന്ന് പറഞ്ഞാൽ BC 1000 നിന്ന് BC 500ലേക്ക്, BC 2000 നിന്ന് BC 4000 നിന്ന് BC AD 1ലേക്ക്, അങ്ങനെയാണ് കുറഞ്ഞു വരിക. ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പം അതിനാണ് ആ കാലഘട്ടം നമ്മൾ അങ്ങനെ പറയുന്നത്. എന്നാൽ അന്ന ഡൊമിനി, അതായത് യേശുക്രിസ്തുവിന് ശേഷം നമ്മൾ ഒന്നേന്ന് മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ 626 മുതൽ 587 വരെയുള്ള തന്റെ പ്രവചന കാലഘട്ടത്തിൽ തന്റെ പ്രവചനം ഒരിക്കലും അന്നത്തെ ജനതയ്ക്ക് കേൾക്കാൻ സുഖമുള്ള പ്രവചനമൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ കള്ള പ്രവാചകന്മാർ പ്രവചിക്കുന്ന പോലെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നോ, ഇംഗ്ലണ്ടിൽ അയക്കുമെന്നോ, സിനിമാ താരമാക്കുന്നോ, നിനക്ക് ഓടി കാർ മേടിച്ചു തരുമെന്നോ, ജാഗൂർ കാർ ദൈവം തരുമെന്നോ, നീ വീടിരിക്കുന്ന മണിമാളിയ പണിയൊന്നും ഒന്നും പറഞ്ഞ പ്രവാചകനല്ലായിരുന്നു ആര്? യെരമ്യാവ്. യെരമ്യാവിന്റെ പ്രവചനം കേൾക്കാൻ സുഖമുള്ള പ്രവചനമായിരുന്നില്ല. കാരണം ഇസ്രായേലിനെ അവരുടെ എല്ലാ അകൃത്യങ്ങളെയും ശക്തമായി വളരെ ഒരുപക്ഷെ ക്രൂരമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ. കേവലം ഇത് യെരമ്യാവിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല. യെരമ്യാവിന്റെ അടുക്കൽ എന്ത് വന്നു? ദൈവത്തിന്റെ വചനം പ്രവാചകനായ യെരമ്യാവിന് വന്നു. പിന്നെ പ്രവാചകൻ എന്താ ചെയ്യണ്ടേ? വാ തുറന്ന് പഠിച്ചാൽ മാത്രം മതി. സംസാരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവാണ് സംസാരിക്കുന്നത്. അപ്പൊ യെരമ്യാവിനെ, പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ആര് സംസാരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്? യെരമ്യാവ് സംസാരിക്കുന്നത്. അപ്പൊ യെരമ്യാവിനോട് അവരുടെ ഹൃദയം കഠിനമാണ്. പക്ഷെ യെരമ്യാവ് പഴയ നിയമ കാലഘട്ടങ്ങളിലെ ശക്തനായ ഒരു പ്രവാചകനായതുകൊണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി തന്നിൽ വെളിപ്പെട്ടതുകൊണ്ടും അവർക്ക് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല മറ്റു പല പ്രവാചകന്മാരെ പോലെയും യെരമ്യാവ്. യെരമ്യാവിനോട് ദൈവം പറയുകയാണ് 11ാമത്തെ വാക്യത്തിൽ, ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, ഒരു ജാതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിലുള്ള ദേവന്മാരെ അവര് മാറ്റിയിട്ടില്ല. അവർ ആ ദേവന്മാരെയും അവര് അതേപോലെ ഫോളോ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, ഇങ്ങനെ പറയുന്ന ഇവരാരും ആരല്ലതാനും ദേവന്മാരുമല്ല. പ്രൈസ് ദി ലോർഡ്. ദേവന്മാരല്ലാതിരിക്കെ ദേവന്മാരെന്ന് പറയുന്ന ദേവന്മാരെ പോലും ഒരു ജാതിയും എന്ത് ചെയ്തിട്ടില്ല? മാറ്റിയിട്ടില്ല. എന്നാൽ എന്റെ ജനം, മൈ പീപ്പിൾ, ഹല്ലേലൂയ, എന്ത് ചെയ്തു? എന്റെ ജനം, ബി അസ്റ്റോണിഷ്ഡ് ഓ യെ ഹെവൻസ് ആൻഡ് ദി എർത്ത്, ബി horribly afraid, be a very desolate, say the Lord.
ഇവിടെ പറയണ, എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിനു വേണ്ടി മാറ്റിക്കളഞ്ഞു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റുന്ന എന്തിനു വേണ്ടിയാണ്? കൂടുതൽ പ്രയോജനമുള്ള ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെ? നമ്മള് പഴയ വസ്ത്രങ്ങൾ മാറ്റുന്നത് കൂടുതൽ മെച്ചമായ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കേടുവന്നതും സുഷിരം വേണതും നിറം മങ്ങിയതൊക്കെ നമ്മൾ മാറ്റുന്നത് കൂടുതൽ നല്ലതിനു വേണ്ടിയാണെങ്കിൽ, ഇവിടെ ഇവരെ തന്റെ ദൈവനായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ മാറ്റിക്കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? അവര് ദൈവങ്ങളല്ലാത്ത ജാതീയ ദേവന്മാരെ ആരാധിച്ചു. ആരാധിച്ചു? ദൈവത്തിന്റെ സ്വന്തം ജനം, താൻ തെരഞ്ഞെടുത്ത ഇസ്രായേൽ അവരുടെ മഹത്തമായ യഹോവയെ തള്ളിക്കളഞ്ഞിട്ട് അവർ കടന്നു വന്ന വഴികളിലും അവർ ജീവിച്ച രാജ്യങ്ങളിലും ഇതര മനുഷ്യർ ആരാധിക്കുന്ന ദേവീ ദേവന്മാരെ അവർ ആരാധിച്ചു. അപ്പം അതുകൊണ്ട് ദൈവം പറയാണ്, അവരുടെ മഹത്തമായവനാണ്, ഹല്ലേലൂയ, അവനെ എന്ത് ചെയ്തു? അവർ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറയണ, ആകാശമേ ഇതിങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം. ആരോടാ പറയുന്നത്? ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നായി ആകാശത്തോട് പറയാണ്, ഏതെങ്കിൽ എന്റെ ജനം അവരുടെ മഹത്വമായവനെ ഉപേക്ഷിച്ച് പ്രയോജനമില്ലാത്ത വിഗ്രഹങ്ങളുടെയും ദേവീദേവന്മാരുടെയും പിന്നാലെ പോയി എന്ന കാര്യത്തിൽ ആകാശമേ ഭ്രമിക്കുക. ദൈവത്തിന്റെ രണ്ട് സാക്ഷികളാണ്. ആര്? ആകാശവും ഭൂമിയും. ഈ രണ്ട് സാക്ഷികളോടും യഹോവയായ ദൈവം പറയാണ്, ഇതിങ്കൽ ഭ്രമിച്ച് സ്തംഭിച്ചു പോകുക. കാരണം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം തന്റെ ജനമായി തെരഞ്ഞെടുത്ത ഇസ്രായേൽ അവരുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത ദേവീ ദേവന്മാരുടെ പിന്നാലെ പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏറ്റവും സ്തംഭിച്ചു പോകുക എന്ന് യഹോവയുടെ അരുളപ്പാട് ആകാശത്തോട്. എന്നിട്ട് യഹോവയായ ദൈവം പറയുകയാണ്, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, ഫോർ മൈ പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് ടു ഈവിൾസ്. രണ്ട് തിന്മകൾ എന്റെ ജനം ചെയ്തു. ഹല്ലേലൂയ. എന്തൊക്കെയാണ് തിന്മകൾ? ഒന്ന്, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തു? They have forsaken the living water. ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജീവന്റെ ദാതാവായ, ജീവൻ നൽകുന്ന, ജീവൻ പരിപാലിക്കുന്ന, ജീവൻ സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ, ആ ജീവൻ നൽകിയ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെന്തിനു തിരഞ്ഞെടുത്തു? അവർ വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അവർ കിണറ് കുഴിച്ചെന്നാണോ? അല്ല. ഈ ദേവീ ദേവന്മാര് എങ്ങനെയുള്ളവരാണ്? വെള്ളമില്ലാത്ത കിണർ നമുക്ക് പലപ്പോഴും പഴയ പറമ്പും വീടുകളൊക്കെ അറിയാം. നമ്മുടെയൊക്കെ പറമ്പിൽ തന്നെ 3-4 വെള്ളമില്ലാത്ത കിണറുണ്ട്. കുഴിച്ച് ചെന്ന് 10-30 കോൽ താത്തി കഴിയുമ്പോഴും വെള്ളമില്ല. അപ്പൊ പിന്നെ നമ്മൾ അത് എന്തിനാ ഉപയോഗിക്കുന്നത്? വേസ്റ്റ് ഇടാൻ വേണ്ടി. കുപ്പിച്ചില്ല്, പാട്ടം, മണ്ണിൽ പെട്ടെന്ന് ഉപരിതലത്തിൽ പണിയുന്ന ഇടത്ത് പ്രയോജനം, അതായത് അഴുകിപ്പോകാത്തത്, എന്നാൽ അതിനെ ആഴമുള്ള ഭൂമിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി അതിലേക്കാണ് നമുക്ക് കൊണ്ടിടുന്നത്. അപ്പം വെള്ളമില്ലാത്ത കിണറിന്റെ പ്രത്യേകത എന്താണ്? അത് ഉപയോഗിക്കുന്നത് യാതൊരു പ്രയോജനമില്ലാത്തത്, അല്ലെ? അപ്പം ഈ ദേവീ ദേവന്മാർ ഇസ്രായേൽ ജീവന്റെ ഉറവയായ കർത്താവിനെ നിഷേധിച്ചിട്ട് അവർ കുഴിച്ച കുഴികൾ, അല്ലെങ്കിൽ അവർ തേടിയ രക്ഷ അവർ കണ്ടെത്താൻ, അവർ ആശ്വസിക്കാൻ വേണ്ടി അവർ ഓടിയെത്തിയത് വെള്ളമില്ലാത്ത, അവർക്ക് പ്രയോജനമില്ലാത്ത കിണറുകളുടെ അടുക്കിലേക്ക്. എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെയും മറ്റ് ദേവീദേവന്മാരെയും പൊട്ട കിണറുകളായിട്ടാണ് ആര് അവതരിപ്പിക്കുന്നത്? യഹോവയായ ദൈവം തന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കോണ്ടസ്റ്റ് നമുക്ക് വളരെ വ്യക്തമായി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ എല്ലായ്പ്പോഴും ദൈവത്തോട് മറതലിക്കുന്ന ഒരു ജാതിയാണ്. അവരെ ദൈവം ഒരു ജനമായി തെരഞ്ഞെടുത്ത് അവരെ അടിമ വീടായ മിസ്രൈമിൽ, ഈജിപ്തിൽ നിന്ന് അവരെ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് കൊണ്ടുവരുന്ന കാലത്തൊക്കെയും അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അനുസരിച്ചില്ല. അവരെ നടത്തുവാൻ നിയോഗിച്ച മോശയ്ക്കും അഹ്റോനും എതിരായി പെരുവറുത്തു. അവർ ദൈവത്തോട് എല്ലായ്പ്പോഴും മറുതലിക്കുന്ന ഒരു ജനമായിരുന്നു. പിന്നീട് അവരെ അവരുടെ വാഗ്ദത്ത നാട്ടിൽ താമസിപ്പിച്ചതിന് ശേഷവും അവർ ദൈവത്തെ മറുതലിക്കുകയും അവരുടെ
ചുറ്റുമുള്ള രാജ്യങ്ങൾക്കുള്ളതുപോലെ ദേവീദേവന്മാരെ എല്ലാം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ദൈവത്തെ അവരെല്ലായ്പ്പോഴും കോപിപ്പിച്ച ജനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ത്? വിഗ്രഹങ്ങളെ ആരാധിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജന്മം കൊണ്ട് നാം ജനിച്ചു വളർന്ന മതത്തിൽ, സമുദായത്തിൽ നാം വിഗ്രഹങ്ങളെ സേവിച്ചു പോന്നിരുന്നു. പക്ഷെ ഇന്ന് നാം മനസ്സിലാക്കുന്നത്, നാം സേവിച്ചു വന്ന വിഗ്രഹങ്ങളല്ല നമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞത്. ആരാണ്? ദൈവമാണ്. യഹോവയായ ദൈവമാണ് നമ്മൾ ഹിന്ദുവായാലും മുസ്ലിമായാലും പാഴ്സിയായാലും ജൈനനായാലും സൗരാഷ്ട്രീയനായാലും ബുദ്ധനായാലും കത്തോലിക്കനായാലും മാർത്തോമാക്കാരനായാലും ഓർത്തഡോക്സുകാരനായാലും പെന്തക്കോസ്തുകാരനായാലും ഹിന്ദുവായാലും എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ, ഒരു പിതാവേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു, ഇതാണ്, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ നന്മ കിട്ടും, ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ അനേക ദൈവങ്ങളെ കാണിച്ചു തന്നു. നമ്മൾ പല മതങ്ങളിലും നമുക്ക് ഒരു ദൈവത്തെ കൊണ്ട് നമുക്ക് എന്ത് വരുന്നില്ല? തൃപ്തി വരുന്നില്ല. നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ദേവന്മാരെ വേണം, അല്ലേ? അവർക്കെല്ലാം വേറെ വേറെ വകുപ്പുകളാണുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ ദേവൻ വേണ്ടും, ദേവിയുണ്ട്. സമ്പത്തിന്റെയും പണത്തിന്റെയും ഐശ്വര്യത്തിന്റേതും ഉണ്ട്. അങ്ങനെ ഒരുപാട് ദേവീദേവന്മാരുണ്ട്. എന്നുവെച്ചാൽ ഒരു മന്ത്രിസഭയിൽ ഓരോ മന്ത്രിക്കും ഓരോ വകുപ്പ് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ആയിരക്കണക്കിന് ദേവീദേവന്മാർക്ക് പലവിധ വകുപ്പുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇന്ന ദേവീദേവന്മാർ ഇന്നത്തെ പ്രതിഷ്ഠ ഫലിക്കും, അവിടെ ഇന്നതിന് വിശേഷപ്പെട്ടതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാറ്റിനും മീതെ ദൈവമായി ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം എല്ലാമാണ്. അവന് കഴിയാത്തതൊന്നും ഇല്ല. യഹോവ ചോദിക്കുകയാണ്, യഹോവയായി എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവനെല്ലാം കഴിയുന്ന സർവശക്തനായ ദൈവമാണ്. അവനാണ് ജീവൻ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിപ്പിച്ച ദൈവം നമ്മുടെ പിതാവായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവമാണ്. ആ ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. പിതാവായ ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഇല്ല. ആ ഏക ദൈവം തന്നെയാണ് നാം പാപത്തിൽ വീണുപോയപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം വരിക്കേണ്ടതിന് നമ്മിൽ ഒരുവനായി നമുക്ക് വേണ്ടി പ്രാണനും രക്തവും നൽകാൻ ജഡമെടുത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊരു ദൈവമല്ല. അപ്പൊ നമ്മെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവൻ. ആർക്കാണ് വീണ്ടെടുക്കാൻ കഴിയുന്നത്? സൃഷ്ടിച്ചവന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. സൃഷ്ടികർത്താവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം രക്ഷിക്കുക എന്നുള്ളത് സൃഷ്ടികർത്താവിന്റെ ചുമതലയാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ അവരുടെ സൃഷ്ടികർത്താവായ ദൈവത്തെ മറന്ന് താൽക്കാലികമായി അവരുടെ ചുറ്റുമുള്ള സമുദായങ്ങളും അവിടെ നടന്നു വന്ന നിലവിലെ സമ്പ്രദായങ്ങളെ പിന്നാലെ പോയപ്പോൾ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയാണ്, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തു? മോനെ ഞാൻ എന്താ പറഞ്ഞപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞ് കേട്ടില്ലല്ലേ? എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. പിന്നെ അവരെന്ത് ചെയ്തു? എന്ത് കുഴിച്ചു? പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു. ഇപ്പൊ ദൈവത്തിന്റെ പരാതി എന്താണ്? ജീവജലം ഉപേക്ഷിച്ചിട്ട് അവർ കുഴിച്ചതൊക്കെ അവർക്ക് പ്രയോജനമുള്ള അല്ല. അവർ തേടിപ്പോയ ദേവിമാരോ ദേവന്മാരോ അവരെ രക്ഷിക്കാൻ കഴിയുന്നവരായിരുന്നില്ല. അവർ പിന്നാലെ നടന്നവരെയൊക്കെ അത് നിമിത്തം ദൈവം അവരെ നശിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ തള്ളിക്കളഞ്ഞവരെ എന്ന് ദൈവം പറയാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കീറി കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ യാതൊരു പ്രത്യാശയുമില്ല. എന്നാൽ നമ്മുടെ അന്ധകാര കാലത്ത് നാം ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് ജീവനുള്ള ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ സത്യദൈവത്തെ അറിയാൻ ഉള്ള വലിയൊരു കൃപ നൽകി. നമ്മൾ കേവലം എന്തിനാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്? ഇസ്രായേൽ തെറ്റിപ്പോവുകയോ വിഗ്രഹങ്ങളെ സേവിക്കുകയോ ചെയ്ത് നമുക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. നമുക്ക് കാര്യമുണ്ട്. ഹല്ലേലൂയ. നാമും ഇതേ കാര്യം തന്നെ ചെയ്തു വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൃഷ്ടികർത്താവിനെ നമ്മൾ അറിഞ്ഞില്ല.
നമ്മുടെ മഹത്വമായതിനെ നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ വിഗ്രഹങ്ങളെ സേവിച്ച് നടന്നു. നമ്മൾ ദേവാലയങ്ങളിൽ പോയി നേർച്ച കാഴ്ചകൾ കൊടുത്തു, തീർത്ഥാടനങ്ങൾ കഴിച്ചു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു, പലതും വർദ്ധിച്ചു, മാംസാഹാരം വർദ്ധിച്ചു. ഇതൊക്കെ നമ്മൾ വർദ്ധിച്ചു, ഒരു പ്രയോജനം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകള് പൊതുവില് ബ്രാഹ്മിൻസ് ഒക്കെ പറയുന്നത് ക്രിസ്ത്യാനികളെ മാംസാഹാരം കഴിക്കുന്നവരാണ്, അതുകൊണ്ട് അവരോട് അടുക്കാൻ പറ്റില്ല എന്ന് പറയും. മാംസാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ല. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളുടെ വായിലേക്ക് ചെല്ലുന്ന ഒന്നും നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല. ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ നമ്മുടെ സ്വഭാവം തെറിപ്പാട്ടായി മാറുമോ? ഇല്ല. സുബോധം പോയി. ഇറച്ചി കഴിച്ചിട്ട് ആർക്കും സുബോധം പോയിട്ടുണ്ടോ? ഇല്ല. മീൻ കഴിച്ചിട്ട് സുബോധം പോയിട്ടില്ല, മുട്ട കഴിച്ചിട്ടും പോയിട്ടില്ല. ഏതു തരം മാംസമായാലും കഴിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ചന്തയ്ക്ക് കിട്ടുന്ന എന്ത് സാധനം വേണേലും എങ്ങനെ മേടിച്ചോളാം പറഞ്ഞു. മനചാഞ്ചല്യം കൂടാതെ വാങ്ങിച്ചോളാന്ന് പറഞ്ഞത്. അയ്യോ ഇത് തെറ്റാണോ എന്നൊന്നും വിചാരിക്കണ്ട. എന്ത് കാശ് കൊടുത്ത് കിട്ടാവുന്ന എന്ത് സാധനം മേടിച്ചിട്ട് കഴിച്ചു. പിന്നെ ആരാണ് അശുദ്ധമാക്കുന്നത് നമ്മെ? കർത്താവ് പറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. അതെന്തൊക്കെയാണ്? ദുശ്ചിന്ത, കൊലപാതകം, കാമവറി, വെറിക്കൂത്ത്, കോപം, വിദ്വേഷം, പക, ജാരശങ്ക, ഇങ്ങനെ അസൂയ, പിണക്കം. ഇതൊക്കെ മാംസം കഴിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആണോ? ഇല്ല. ഇത് പ്രത്യേകിച്ച് വചനം അനുസരിച്ച് ജീവിച്ചിട്ട് മാംസം കഴിക്കുന്നവരിൽ നീ സാധനം ഒട്ടും വരാറുണ്ടോ? ഇല്ല. നമ്മളെ ഇതൊക്കെ ആരെടുത്തു മാറ്റി? ഇതെല്ലാം ദൈവം എടുത്തു മാറ്റി. ഈ തൊടുന്നതിന് പിടിക്കുന്നതിന് ദേഷ്യപ്പെടുകാനും ചീത്ത പറയാനും മറ്റുള്ളവരെ കുത്തി പരിക്കേൽപ്പിക്കാനും അവരെ മുറിവേൽപ്പിക്കാനും അവരെ വേദനിപ്പിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മൾ മാംസം എന്നിട്ടും കഴിക്കും, അല്ലേ? നമ്മൾ മാംസം നമുക്ക് ഇഷ്ടമാണ്. മറ്റു ഭക്ഷണത്തെക്കാളും വെജിറ്റേറിയനേക്കാളും നമുക്ക് എന്ത് ഇഷ്ടമാണ്? മീനൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും അത് ഇല്ലെങ്കിൽ പറ്റില്ല. പച്ചക്കറി തന്നെ തിന്നു കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോ കുടിക്കുന്ന വെള്ളത്തിനോ ഒന്നും നമ്മളെ എന്ത് ചെയ്യാൻ കഴിയില്ല? അശുദ്ധമാക്കാൻ കഴിയില്ല. നമ്മെ അശുദ്ധമാക്കുന്നത് നാം ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ആത്മാവാണ് നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നതും അശുദ്ധിയുള്ള കാര്യങ്ങളെ സംസാരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും നമ്മെ തന്നെ ദൈവത്തിന് വിരോധമായി നമ്മുടെ സ്വഭാവത്തെ മാറ്റിക്കളഞ്ഞ് നമ്മളെ നശിപ്പിച്ച് ആത്മഹത്യയ്ക്ക് ജയിക്കുന്നതും നമ്മുടെ ജീവനെ ആരടിയ റെയിൽപാളത്തിലും കയറിലും വിഷക്കുപ്പിയിലും അവസാനിപ്പിക്കുന്നതും ദൈവമല്ല. ദൈവം ജീവൻ നൽകുന്നവനാണ്. ജീവൻ എടുക്കുന്നവൻ ആരാണ്? പിശാചാണ്. അപ്പൊ പിശാചിന്റെ പ്രവർത്തികൾ നാം ചെയ്യുന്നുണ്ടെങ്കിൽ കോപവും വിദ്വേഷവും പകയും വെറുപ്പും അസൂയയും കൂട്ടുകൊടുപ്പും ഭിന്നിപ്പും കലഹവും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ, നമ്മൾ കഴിച്ച ആഹാരമൊന്നുമല്ല അതിന്റെ കാരണം. നമ്മുടെ പിതാക്കന്മാരിലും നമ്മൾ കണ്ടുവന്ന അപ്പൻ മുൻകോപിയാണെങ്കിൽ മോനും ആരായിരിക്കും? അപ്പൻ ജനിച്ചു വളർന്ന കുഞ്ഞ് കാണാൻ തുടങ്ങിയ പോലെ അപ്പന്റെ കോപവും അപ്പന്റെ ചാട്ടവും എന്നുള്ളതല്ല കണ്ടേ. അപ്പോ ഈ മകന് ദേഷ്യം വരുമ്പോ അപ്പൻ കാണിച്ചതൊക്കെ തിരിച്ചും കാണിക്കുവോ? കാണിക്കല്ലേ? അപ്പൊ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് അവസാനിക്കും എവിടെ? ഒരുവൻ പുതുതായി ജനിച്ചു കഴിയുമ്പോൾ, വെള്ളത്താലും ആത്മാവിനാലും പുതുതായി ജനിച്ച് യേശുക്രിസ്തു അവന്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ സ്വഭാവങ്ങൾക്ക് എന്ത് ചെയ്യും? മാറ്റം വരും. പിന്നെ അവൻ സ്നേഹിക്കുന്നവനാകും. അവന് ശത്രുക്കൾ ഇല്ലാതെയായി മാറും. അവന്റെ സംഭാഷണങ്ങൾക്ക് മാറ്റം വരും. അവന്റെ പ്രവർത്തന മണ്ഡലത്തിന് മാറ്റം വരും. അവന് കരുണയും മനസ്സലിവും ദയുള്ളവനായി മാറും. അവൻ മദ്യപിക്കുന്നവനായിരുന്നെങ്കിൽ അത് അവസാനിപ്പിക്കും. അവൻ ചീത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അവസാനിപ്പിക്കും. അവന്റെ ഭാര്യയോട് വിശ്വസ്തനായിരിക്കും. അവളുടെ ഭർത്താവിനോട് വിശ്വസ്തനായിരിക്കും. മക്കളും എല്ലാവരും അങ്ങനെ തന്നെയായി മാറും. ഇതാണ് സത്യദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി. നമുക്കറിയാം, മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മേരിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ പള്ളി ആരെങ്കിലും ഇടിച്ചുടച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം അവിടെ പിറ്റേ ദിവസം ഇടിച്ചുടച്ചവന്റെ വീടുടയ്ക്കാനും ആ സമുദായത്തിന്റെ അമ്പലങ്ങളും മറ്റ് കാര്യങ്ങളും തകർക്കാനായിട്ട് പോകുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല.
ക്രിസ്ത്യാനികൾ പോകുമോ? അത് കത്തോലിക്കര് പോലും പോകുകയില്ല. അവരാകെപ്പാടെ ചെയ്യുന്നൊരു കാര്യം എന്താണ്? അവർ ഒരു ബാഡ്ജ് ധരിച്ചൊരു മൗനയാത്ര നടത്തും. കൂടിപ്പോയാൽ ബാക്കിയുള്ള ദൈവത്തിനെ അനുസരിക്കുന്നവരാണ് എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും, പിതാവേ ഇവർ ചെയ്യുന്നത് അറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണം എന്ന് പറയും. ക്രിസ്ത്യാനികളുടെ പാസ്റ്റർമാരുടെ ബൈബിള് പിടിച്ചു കൈ ബലമായി കയറി ചേട്ടത്തടിക്കുക കണ്ടിട്ടുണ്ടോ? വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ട് സ്ഥിരമായി കണ്ടോണ്ടിരിക്കുന്ന ബൈബിൾ പിടിച്ചു കയറിയ കത്തിക്കുക, മുഖത്ത് തുപ്പുക, അടിക്കുക. അവര് തിരിച്ച് ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യാത്ത കാര്യം? അവരുടെ കർത്താവ് എന്താ പറഞ്ഞ അവരോട്? ഒരു ചേട്ടത്തടിക്കണം, മറ്റേ ചേട്ടൻ അടിക്കുക. നിങ്ങളെ ശത്രുവിനെ സ്നേഹിക്കുവിൻ എന്ന് പഠിപ്പിച്ച ഒരു പ്രമാണമേ ഉള്ളൂ, ഒരു ദൈവമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യാൻ? ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ. ഈ പുസ്തകം മാത്രമേ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചുള്ളൂ. ഞാനത് എഴുതിയിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ശത്രുവിന് വിശക്കുന്നെന്നറിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. അവന് ദാഹിക്കുമ്പോൾ നീ അവന് കുടിക്കാൻ വെള്ളം കൊടുക്കണം. എന്നിട്ട് പറയുകയാണ്, നീ ഇത് ചെയ്യുന്നത് വഴി അവന്റെ തലയിൽ തീക്കനൽ കൂട്ടുമെന്ന്. അവൻ വിചാരിക്കും, ഇവരെന്ത് മനുഷ്യരാണ്, ഇത്രയും ദ്രോഹം ഞാൻ ചെയ്തിട്ടും. ഞാൻ പറഞ്ഞത് വിശക്കുന്നതെന്നുള്ള കാര്യത്തില്ല. ശത്രു പലപ്പോഴും ആപത്തിൽ വീഴും, മരണത്തിൽ അപകടം. അപ്പോ ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യും? അവനെ എടുത്തുകൊണ്ട് ആശുപത്രി പോകും, അവന് മരുന്ന് മേടിച്ചു കൊടുക്കും. പ്രതിഫലം മോഹിക്കാതെ, തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാതെ ഇതൊക്കെ ചെയ്ത് അവൻ ആശുപത്രി വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവൻ വന്ന് കാല് വീഴില്ലേ? അതാരാ ചെയ്യുന്നത്? അവനിൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെ ഇത് ചെയ്തു കഴിയുമ്പം അതേസമയം അവൻ ഇത് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു എന്ന് വിചാരിച്ച് വീണ്ടെടുക്കുന്നവരുടെ തലയിലോട്ട് കല്ലൂടെ വലിച്ചിട്ട് പോകാനാണോ ക്രിസ്ത്യാനിറ്റി പറയുന്നത്? അല്ല. അത് ചെയ്യുന്നവരുടെ ഈ പുസ്തകം പറയുകയാണെന്നില്ല, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവർ അവരുടെ മത ദേവാലയങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളും മന്ദിരങ്ങളും തകർക്കുകയും അവരെ കൊല്ലുകയും ശൂലം കൊണ്ട് കുത്തുകയും അവരുടെ വസ്തുക്കൾ അപഹരിക്കുകയും അവരെ കൊണ്ട് അന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പം ക്രിസ്ത്യാനി ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് തന്നെ മാതൃകയുണ്ട്. സ്തഫാനോസിനെ പിടിച്ചുകെട്ടി കല്ലെറിഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് സ്തഫാനോസ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രാണൻ പോകുന്നതിനിടയിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ശത്രുവിനോട് ക്ഷമിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് അവരോട് ക്ഷമിക്കണമെന്ന് പറയാം. ആദ്യം ഞാൻ ക്ഷമിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെ കല്ലെറിഞ്ഞവനെ, എന്നെ ചീത്ത വിളിച്ചവനെ ഞാൻ ക്ഷമിച്ചെങ്കിൽ മാത്രമേ കർത്താവെ അവനോട് ക്ഷമിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ഉള്ളിൽ കോപമാണെങ്കിൽ എനിക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് ആത്മീയരെന്ന് പറയുന്ന അധികം ആളുകളും ഒരിക്കൽ സ്വർഗീയ പ്രകാശം ലഭിച്ചിട്ട്, നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇവിടെ ബൈബിൾ പറയുകയാണ്, ഒരിക്കൽ പ്രകാശം ലഭിച്ചവരാ, സത്യദൈവം ആരാണെന്ന് അറിഞ്ഞവരാ. ഹല്ലേലൂയ. അവർ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റിയതിനു ശേഷവും പിന്നീട് അന്യ ദേവീ ദേവന്മാരുടെ അടുക്കിലേക്കും അന്യവിശ്വാസങ്ങളിലേക്കും കർമ്മ അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്നവരെ ഹല്ലേലൂയ, അവർക്ക് പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നാ പറയുന്നത്. അവരുടെ അവസാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക്
ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ് ഈ പുസ്തകത്തിൽ. ഇങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ചു, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ ഇരുട്ടിന്റെ ശക്തികളായ ദേവീദേവന്മാരെ ആരാധിച്ച് അതിൽ വ്യാപരിച്ചിരുന്ന ആത്മാവിനെ ആരാധിച്ച് വന്നിരുന്നവർക്ക് പ്രകാശം ലഭിച്ചു. യേശു ക്രിസ്തുവാണ് പ്രകാശം. കേട്ടിട്ടുണ്ടോ? യേശു ലോകത്തിന്റെ പ്രകാശം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോ എന്ത് വന്നു? പ്രകാശം വന്നു. പ്രകാശം വന്ന പിന്നെ ഇരുട്ടിന് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇരുട്ട് ഒരിക്കൽ മാറിപ്പോയി. പ്രകാശം വന്നതിന് ശേഷവും നമ്മൾ പല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും നിമിത്തം, പലരുടെയും പ്രേരണയും ഭീഷണിയും ഒക്കെ നിമിത്തം നമ്മൾ പിന്മാറി പഴയതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയാണ് അവരെന്താ ചെയ്തത്? ഒരിക്കൽ അവർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറി. നിങ്ങൾ ആ പാപം നിങ്ങളുടെ ചുമലിൽ വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പല പ്രാവശ്യം മഴ പെയ്തും നനഞ്ഞ ഭൂമി നല്ല സസ്യങ്ങളെ മുളപ്പിക്കേണ്ടതിന് പകരം മുള്ളും ഞെരിഞ്ഞിലും പാറക്കാരയും ഫലമില്ലാത്തതുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ അവസാനം? അത് ചുട്ടുകളയുക എന്ന് പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ ഞാനിത് പറയുമ്പം ഭൂമി മുളച്ച പുല്ലിനെ കുറിച്ചും മുള്ളിനെ കുറിച്ചും അല്ല. മുള്ള എന്തിനാ പറഞ്ഞത്? അപ്പൊ ദൈവത്തിന്റെ ഫലം, നല്ല സംസാരം, നല്ല പ്രവൃത്തി, നല്ല ദയ, കരുണ, ഇത് പുറപ്പെടുവിക്കേണ്ടുന്നവരാണ് നമ്മൾ. പ്രകാശം ലഭിച്ചവർ. അത് ലഭിച്ചതിന് ശേഷവും നാം ഈ ഇരുട്ടിന്റെ മുള്ളിന്റെ സമാനമായ ദോഷങ്ങളും ദുഷ്ടപ്രവൃത്തികളും വഞ്ചനയും കാപട്യവും അകൃത്യങ്ങളും അസൂയയും പിണക്കവും ഒക്കെയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നതെങ്കിൽ നമ്മുടെ അവസാനം പിന്നെ ചുട്ടുകളയുക. ചുട്ടുകളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുകളയോ ദൈവം? അഗ്നി പൊയ്കയിൽ എറിഞ്ഞു കൊളയും എന്നാ പറഞ്ഞിരിക്കുന്നത്. അവസാനം നരകത്തിലേക്ക് തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാണ് അതിന്റെ അവസാനം എന്ന് ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായി പറയുകയാണ്. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 7:39. അല്ലെ 37 വായിച്ചു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ പറയുകയാണ്, യെരുശലേം ദേവാലയത്തിലെ യെരുശലേമിന്റെ ഉത്സവ ദിനങ്ങളിൽ അവസാന ദിവസം നിന്നുകൊണ്ട് യേശു ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. എന്ന് യേശുവോട് വെള്ളം കോരി വെച്ചോണെന്നാണോ? അല്ല. നമ്മൾ കുടിക്കുന്ന ഓരോ പ്രാവശ്യം കുടിക്കുന്ന വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ദാഹിക്കും, അല്ലേ? എന്നാൽ യേശു തരുന്ന വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്തുണ്ടാവില്ല? വെള്ളം കുടിക്കാനുള്ള ദാഹം ഉണ്ടാവുന്ന അർത്ഥം അല്ല. വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ, കാരണം നമ്മുടെ ഉള്ളിൽ എന്ത് പുറപ്പെടുന്ന പറഞ്ഞേ? ജീവന്റെ ജലത്തിന്റെ അരുവികൾ പുറപ്പെടും. എന്ന് വെച്ചാൽ നമ്മെ സമീപിക്കുന്നവർക്കും യേശുവിന്റെ അടുക്കൽ പോയി കുടിച്ചവർക്ക് കിട്ടിയ സമാധാനം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയും അവനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ നിന്നും സമാധാനം മറ്റവന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? പകരം ജീവജലത്തിന്റെ നദി അവനിലേക്ക് ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നിട്ട് പറയുന്നത്, ഇത് തന്നിൽ വിശ്വസിക്കാന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വായിച്ച ആദ്യത്തെ കുറിവാക്യത്തിൽ ഇങ്ങനെയായിരുന്നു, അവർ 2 ദോഷങ്ങൾ ചെയ്തു. ഒന്ന്, അവർ ജീവജലത്തിന്റെ അരുവിയായി എന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു. ഇവിടെ യേശു പറയുകയാണ്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഈ അരുവി ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? ഈ അരുവിയിൽ നിന്ന് കുടിക്കുന്നതിന് പകരം ഒട്ടക്കിണറുകളായ പ്രയോജനമില്ലാത്ത സംവിധാനങ്ങൾക്കും സ്ഥാപനം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾക്കും ദേവീദേവന്മാരുടെ പിന്നാലെ പോയി അവർ അവരുടെ ഇസ്രായേലിന്റെ മഹത്തമായവനെ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുകയാണ്, പഴയ നിയമത്തിൽ പറയുകയാണിപ്പോ പഴയ നിയമത്തിലെ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ പഴയ വഴികൾ ഏതാണ്? അവരുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ സംബന്ധിച്ച് ദൈവം പറയുന്നത്, അബ്രഹാം, ഇസ്ഹാക്ക് അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയാറില്ലേ, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ദൈവം ഒരു ടെസ്റ്റിമണി പറയുകയാണ്, ഒരു സാക്ഷ്യം പറയുകയാണ്, ഞാൻ ഇന്നിന്നവരുടെ ദൈവമാണെന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പിതാക്കന്മാർക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്രമാത്രം പ്രസാദമുണ്ട്. അപ്പോ ഇസ്രായേലിനോട് പറയുകയാണ്, ആ പഴയ പാതകളിലേക്ക് നടക്കണം. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും തെളിച്ചു എന്ന പാതയിലേക്ക് നടക്കണം. അങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. കാരണം അബ്രഹാം എന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു, ഊരിൽ നിന്നും വിളിച്ചു വേർതിരിച്ചു. താനും തന്റെ പിതാവും വിഗ്രഹാരാധികളായിരുന്നു. തന്റെ പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അബ്രഹാമിനെ വിളിച്ച്, നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞ് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്ന് ആ അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. അങ്ങനെ പിന്നീട് അബ്രഹാം അവിടുന്ന് തുടങ്ങി ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന, അദൃശ്യനായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായി മാറി. അങ്ങനെ അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിനെയും, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിനെയും, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളെയും, ആ 12 ഗോത്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെയും ദൈവം പുറപ്പെടുവിച്ചു. ആ ജനത്തിനാണ് നാം വായിച്ച യിരെമ്യാവടക്കമുള്ള പ്രവാചകന്മാരെ ദൈവം കൊടുത്തത്. അവരെ മുന്നോട്ട് നടത്തേണ്ടതിന്, ദൈവകൃപയിൽ അവരെ കാക്കേണ്ടതിന്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായി ഈ ലോകത്ത് ജീവിച്ച് ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിലെ സമസ്ത രാജ്യങ്ങളിലേക്കും എത്തിക്കുവാൻ വേണ്ടിയുള്ള നിയോഗമാണ് ഇസ്രായേലിന് കൊടുത്തത്. എന്നാൽ അവർ അതിൽ ഇടറിപ്പോയപ്പോൾ ദൈവം ജാതികളിൽ നിന്ന് യേശു ക്രിസ്തു എന്ന അബ്രഹാമിന്റെ രാജകീയ സന്തതി മുഖാന്തരം ഒരു ജനതയെ തെരഞ്ഞെടുത്തു. എന്ന് ലോകത്തിലാകമാനം ഇന്നുള്ള ദൈവവചന അനുസാരികളായ ക്രിസ്ത്യാനികളെ ഇസ്രായേൽ കളഞ്ഞു വെച്ച ജ്യേഷ്ഠാവകാശത്തിലേക്ക് ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്ത് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ അവകാശം ലഭിച്ചവരായ നാം എന്ത് ചെയ്യണം? നാം ഒരു പഴയ വഴിയിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വഴികൾ മുന്നോട്ട് പോകുന്തോറും പുതിയ വഴികളായി മാറുമ്പോ കുഴപ്പങ്ങൾ പതിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ, കാലഘട്ടം പുരോഗമിക്കുമ്പോൾ ദൈവവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് വരും. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുകയും ആചരിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയും. ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം ഇതിനകത്തേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു മലിനതയിലേക്ക് ചെന്നു പോകും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ വഴികളിൽ ചെന്നിട്ട് പഴയ പാതകളിൽ നോക്കി നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ പഴയ പാത ആരുടെയാണ്? അപ്പോസ്തലന്മാരായ നമ്മുടെ വിശ്വാസ പിതാക്കന്മാരുടെ പാതയാണ് നമുക്ക് നടക്കാനുള്ള പാത. നാം ചെയ്യുന്ന ഏത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ എന്ന് നാം വിശ്വസിക്കുന്ന ഏതൊരു കാര്യത്തെയും അപ്പോസ്തല പിതാക്കന്മാരുടെ നടപടികളുമായി യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ നാം യോജിച്ചു പോകുന്നില്ലെങ്കിൽ അതല്ല തെറ്റ്, നാം നടക്കുന്ന വഴിയെ തെറ്റ്. നാം നടക്കുന്ന വഴി ശരിയാണ്, ആ പഴയ പാതകളിലാണ് നമ്മൾ നടക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്രമം കിട്ടും. പ്രൈസ് ദി ലോർഡ്.
നമുക്കിന്ന് വിശ്രമമില്ല. നാം പുതിയ പുതിയ ഗവേഷണങ്ങളില്ല, പുതിയ പുതിയ ആലോചനകളിൽ നടക്കുക. സത്യദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും ഇന്ന് പല കാര്യങ്ങളും ഇതിനോട് ആഡോൺ ചെയ്തുകൊണ്ടിരിക്കുക. കർമാനുഷ്ഠാനങ്ങൾ ആഡോൺ ചെയ്തുകൊണ്ടിരിക്കുക. രക്ഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാധന ഒരു വലിയ കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും പഴയ പാതകളുടെ ഉപദേശമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അപ്പോസ്തല പ്രവൃത്തി 20:27 മുതൽ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു. എന്താണ് ആ കാര്യം? പറയുകയാണ് അപ്പോസ്തല പ്രവൃത്തി 20:27. ഒന്ന് വായിക്കാവുന്നൂടെ? എല്ലാ വാക്യങ്ങളും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങൾ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ അധ്യക്ഷനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതേതെങ്കിലും സഭയല്ല, പരിശുദ്ധാത്മാവാണ് തന്റെ സഭയെ മേയ്ക്കുവാനുള്ള ആളുകളെ നിയോഗിക്കുന്നത്. ഇന്ന് സമ്പ്രദായങ്ങൾ നിയോഗിക്കുന്നു, ഇന്ന് സംഘടനകൾ നിയോഗിക്കുന്നു. എന്നാൽ ദൈവസഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ ശരീരത്തെ വീണ്ടെടുക്കുന്നത് കർത്താവാണ്. അതിനെ നടത്തുവാനുള്ള ദൈവത്തിന്റെ ആളുകളെ, ഈ 5 വിധ വേലക്കാരെ നിയോഗിക്കുന്നത് കർത്താവാണ്. അവരിൽ വ്യാപരിക്കുന്നത്, അവരെ വീണ്ടെടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. വായിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആട്ടിൻകൂട്ടത്തെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. വായിച്ചു തുടർന്ന്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി ആ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ഈ വിപരീത ഉപദേശം? ഗലാത്യ ലേഖനം 1-8-9 വാക്യം വായിച്ചു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എത്ര ആധികാരികമായിട്ട് പൗലോസ് പറയുകയാണ്. നിങ്ങളും അറിയിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? സുവിശേഷമാണ്. സുവിശേഷം അറിയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം ഞങ്ങൾ വന്ന് മാറ്റി പറഞ്ഞാലും, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ചില പെശക് പറ്റി, ഇനി നിങ്ങൾ അതെടുക്കണ്ട, ഇനി ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞാലും, ഇനി സ്വർഗത്തിൽ അത്യുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിങ്കൽ നിൽക്കുന്ന ഒരു ദൂതൻ തന്നെ വന്ന് ഞങ്ങൾ പഠിപ്പിച്ചതിനെതിരായ ഒരു കാര്യമെന്ന് അറിയിച്ചാലും അവരാരാണ്? അവർ ശപിക്കപ്പെട്ടവരാണെന്ന് എത്ര ആധികാരികമായിട്ടാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അപ്പോസ്തലന്മാർ അറിയിക്കാത്ത, അവർ പഠിപ്പിക്കാത്ത, അവർ മനുഷ്യന് നൽകാത്ത വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും എല്ലാം വന്ന് പഠിപ്പിച്ചിട്ട് ദൈവം ഇങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ് എന്നെല്ലാം പഠിപ്പിക്കുന്ന ഈ ഉപദേശങ്ങൾ എല്ലാം പൈശാചികമാണ്, അത് ശാപയോഗ്യമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് 1 കൊരിന്ത്യർ 10-ാം പോയിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യൻ ചാപ്റ്റർ 10 1 മുതൽ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഒരു നിമിഷം നിർത്താം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്
തന്റെ പിതാക്കന്മാരായി താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ബെന്യാമീൻ ഗോത്രം ഉൾപ്പെടെയുള്ള 12 ഗോത്ര പിതാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ ഈജിപ്തിലെ അടിമ വീട്ടിൽ വാസത്തിന് 430 വർഷത്തെ അടിമവാസത്തിന് ശേഷം അവരെ ദൈവം മോശ മുഖാന്തരം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ സഭയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം എവിടെയായിരുന്നു? അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. ഏത് മേഘമാണ്? അവരുടെ മീതെ ഒരു മേഘം ഉണ്ടായിരുന്നില്ലേ? മേഘത്തിൽ ആരുണ്ടായിരുന്നു? യഹോവയായ ദൈവം ഉണ്ടായിരുന്നു, മേഘസ്തംഭമായി. ആ മേഘത്തിന്റെ കീഴിലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചെങ്കടൽ എന്ന് പറയുന്ന ആർത്തിരമ്പെന്ന തിരമാലയുള്ള കടലിനെ ദൈവം തന്റെ മോശയുടെ കൈ നീട്ടിയപ്പോൾ ആ കടൽ രണ്ടായി പിളർന്ന് അതിന് നടുവിൽ ഉണങ്ങിയ ഒരു വലിയ ഹൈവേ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ തുറക്കപ്പെട്ട ഹൈവേയിലൂടെ കുഞ്ഞുകുട്ടികൾ അടക്കം 20 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം അവരുടെ ആടുമാടുകളും മൃഗങ്ങളും ഒട്ടകങ്ങളും പോത്തുകളും എരുമകളും എല്ലാമായി അവര് ആ മിസ്രൈം ഈജിപ്ത് വിട്ട് അവർ ഇക്കരെ എവിടെ മരുഭൂമിയിലേക്ക് കടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ കടന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ പിളർപ്പിലൂടെ ആ വെള്ളം രണ്ടു പുറവും സ്ഫടിക സമാനമായി ചില്ല ഇട്ട മതിലിനിടയിൽ അപ്പുറത്തും ഇപ്പുറത്തും ആർത്തിരന്ന തിരമാലകളുടെ നടുവിലൂടെ ദൈവം അവരെ കൊണ്ടുവന്നു. ചെങ്കടൽ വിഭാഗിക്കാൻ കഴിയുന്ന ഒരു ജനത്തെ ഒരു വലിയ പെരുവഴി വെള്ളത്തിന് നടുവിൽ കൈനീട്ടിക്കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നമാണ്. ആണോ? ഏത് പ്രശ്നമാണ് ദൈവത്തിന് പരിഹാരം? നമ്മുടെ ദൈവത്തിന് പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. അവൻ ചെങ്കടൽ വിഭാഗിച്ച് 20 ലക്ഷം ആളുകൾ ഇപ്പുറത്ത് കടന്നപ്പോൾ അവരെ അനുഗമിച്ചു വന്ന ശത്രുക്കൾ സമുദ്ര നടുവിൽ വന്നപ്പോൾ വെള്ളം ചേർത്ത് അവരെ മൂടിക്കളഞ്ഞു. ആമേൻ. തന്റെ ജനത്തിന്റെ ശത്രുക്കളെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ആ ദൈവം തന്റെ ജനത്തെ പുറത്തോട്ട് കടക്കുവാൻ വഴി തുറന്ന ദൈവം ഇന്നും ഏത് പ്രശ്നത്തിനും വഴി തുറക്കാൻ മതിയായ ദൈവം. നമ്മുടെ ഏത് ആവശ്യത്തിനും നിങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ ഏതാണോ അതെല്ലാം നിറവേറ്റാൻ, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. അവൻ നിറവേറ്റും. നിങ്ങളുടെ കൺമുമ്പിൽ നിറവേറ്റും, നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. പഴയ നിയമത്തിൽ അവര് മോശയോട് ചേരുവാനാണ് സ്നാനമേറ്റെന്നാണ് ആര് പറയുന്നത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താ അവർ മോശയോട് ചേരുവാൻ സ്നാനമേറ്റത്? മോശ അവരുടെ ഉടമ്പടി ദൂതനായിരുന്നു, അല്ലേ? മോസസ് വാസ് ദെയർ ലോ ഗിവർ. അവരുടെ രക്ഷിതാവായിരുന്നു മോശ. അവരുടെ ഓൾഡ് ടെസ്റ്റമെന്റിലെ ജനതയുടെ മെസ്സിയായിരുന്നു. മെസ്സിയായോട് ചേരണമെങ്കിൽ മെസ്സിയായോട് ചേരാൻ വേണ്ടി സ്നാനമേൽക്കണം. പുതിയ നിയമത്തിൽ നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർ 3:27. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയണം, അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നും എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. മരുഭൂമിയിൽ അവർ ഉഴന്നു നടന്ന 40 ആണ്ടിലും രാവിലെയും വൈകിട്ടും സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് മന്ന അയച്ചു കൊടുത്തു. ആമേൻ. ബൈബിൾ പറയുന്നു മാലാഖമാരുടെ ഭക്ഷണമാണ് മന്ന. ദൈവം മരുഭൂമിയിൽ അവർക്ക് പാത്രമുണ്ടാക്കി ചുട്ടു തിന്നാൻ ഇടയാകാതെ അവർക്ക് കഴിക്കാൻ ദൈവം ആകാശത്ത് നിന്ന് മന്ന കൊടുത്തു. മന്ന 40 സംവത്സരം രാവിലെയും വൈകിട്ടും മറന്നു പോകാതെ ദൈവം കൊടുത്തു. അവരുടെ സാബത്ത് ദിനത്തിന്റെ തലേ ദിവസം 2 ദിവസം കഴിക്കാനുള്ളത് വർഷിച്ചു കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, നാളേക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്, സൂക്ഷിച്ചു വെച്ചാൽ അത് പുഴു അരിച്ചു പോകും. എന്നാൽ വെള്ളിയാഴ്ച ദിവസം വീഴുന്നത് പിറ്റേ ദിവസം ഇരുന്നാലും എന്ത് ചെയ്യത്തില്ല? പുഴു അരിക്കത്തില്ല. കാരണം കർത്താവിന്റെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനെ കൂടാതെ നാം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നശിച്ചു പോകും. കർത്താവിനെ കൂടാതെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നശിച്ചു പോകും. എന്നാൽ കർത്താവിനോടുകൂടെ നമുക്ക് അനന്തമായ പ്രത്യാശയുണ്ട്, നിത്യജീവനുണ്ട്. ആൾറെഡി അതുകൊണ്ട് എന്നിട്ട് അവരെ ആത്മീയ ഭക്ഷണം കഴിച്ചു. അവർക്ക് വെള്ളം വേണ്ടപ്പോൾ അവർ പാറ പിളർന്ന ദൈവം വെള്ളം കൊടുത്തു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ആ പാറ, യുഗങ്ങളുടെ പാറ, ഇന്നും ജീവിക്കുന്ന പാറ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നമുക്ക് ജീവന്റെ ജലമുണ്ട്, നമ്മുടെ പ്രത്യാശയുണ്ട്, നിത്യജീവനുണ്ട്. അവനോടൊപ്പം നമുക്ക് എല്ലാം എല്ലാം സാധിക്കും. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ കർത്താവിന്റെ വാഗ്ദത്തം എങ്ങനെയാണ്? അടുത്ത വാക്യം. എന്നിട്ട് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇങ്ങനെയൊക്കെ വന്നെങ്കിലും അവർക്കെല്ലാം ഈ 40 ആണ്ട് മന്നയും കാളപക്ഷി ഇറച്ചി ചോദിച്ചപ്പോ ഇറച്ചിയും കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു, മന്ന കൊടുത്തു. അവരെ കാത്തു സൂക്ഷിച്ചു. അവരുടെ ചെരുപ്പ് പഴകിപ്പോയില്ല, അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, കാൽ വീങ്ങുവാൻ അനുവദിച്ചില്ല. അവരെ വാക്കുനാട്ടിലേക്ക് നടത്തി. ഇങ്ങനെയെല്ലാം നടത്തിയ ദൈവത്തിൽ അവര് പലപ്പോഴും ഈ വഴിയിൽ വന്നപ്പോൾ അവർ പല സ്ത്രീകളെയും, അവർ കടന്നു വന്ന രാജ്യങ്ങളിലുള്ള സ്ത്രീകളെയും ഒക്കെ മോഹിച്ചു. അവരവരെ പലരെയും അവരുടെ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഏക ദൈവത്തെ ആരാധിച്ചു വന്നിരുന്ന, സത്യദൈവത്തെ നമസ്കരിച്ചു വന്നിരുന്നവരെ കൊണ്ട് ഈ സ്ത്രീകൾ വശീകരിച്ച് അവരുടെ അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കൊണ്ടുപോയി അവരുടെ ദേവീദേവന്മാരെ കുമ്പിടുവിച്ചു. അതുകൊണ്ട് ദൈവം അവരെ സംഹരിച്ചു കളഞ്ഞു. ഒരു ദിവസം 23,000 പേരെ കൊന്നുകളഞ്ഞു. ഇന്ന് നാം പറയും ദൈവം നമ്മളെ കൊല്ലുന്നില്ല. ഇന്ന് നമ്മളെ കൊല്ലുന്നില്ല, പക്ഷെ നമ്മൾ ആത്മീയമായി മരിക്കും. ശിക്ഷ നരകത്തിലേക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറയണം, അവരിൽ പലരും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് എന്താണ്, നമ്മൾ ഓർത്തിരിക്കണം, ദൈവത്തെ മറന്ന് സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം പിന്നെ തിരിഞ്ഞു പോകുന്നവർ ഓർത്തിരിക്കണം, ദൈവം നിങ്ങളെ തള്ളിക്കളയും. അതിന്റെ വില പിന്നെ നമ്മൾ കൊടുക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പലരും പറയും മരിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്കൊന്നും അറിയുന്നില്ലല്ലോ, മരണത്തോടെ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറയും. മരണത്തോടെ എല്ലാം കഴിയുമോ? പിന്നെ അവിടുന്ന് ഒരു തുടക്കമുണ്ടല്ലേ. ഇവിടെയുള്ള പീരീഡ് എന്ന് പറയുന്നത് 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, ഞരങ്ങിയും തൂങ്ങിയും 90 വയസ്സ്, പിന്നെ ബോധമില്ലാതെ 100 വയസ്സ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വിട്ടു പോകും അല്ലേ. നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത വ്യക്തിയാണെന്നുള്ള മരിക്കുന്ന നിമിഷം തന്നെ എവിടേക്ക് പോകും? നരകത്തിലേക്ക് പോകും, യാതനാ സ്ഥലത്തേക്ക്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം മീരയോട് പറയായിരുന്നു, വോൾക്കാനോ എന്ന് കേട്ടോ. വോൾക്കാനോ എന്താ? വോൾക്കാനോ അതിനകത്തുനിന്ന് വരുന്ന ലാവ, അഗ്നിപർവ്വതം എന്ന് പറയും വോൾക്കാനോ. അതിന്റെ വീഡിയോകൾ വല്ലതും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒഴുകി വരുന്ന സാധനം എങ്ങനെ ഇരിക്കും? മഞ്ഞുണ്ട്, നല്ല തീ പോലെ ഇരിക്കുന്നുണ്ടോ പോലെ. അതിന്റെ ഒരു ഭയങ്കര കട്ടിയുള്ള ദ്രാവകമാണ് അല്ലേ. അതിനകത്തങ്ങനെ കാലുകൊണ്ട് അത് നമ്മളെ വെള്ളം തിളച്ചാൽ 100 ഡിഗ്രിയാണ് അല്ലേ. എത്ര? 100 ഡിഗ്രി സെന്റിഗ്രേഡ്. അത് എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് എന്നറിയോ? 10,000 ഡിഗ്രി സെന്റിഗ്രേഡാണ് ചൂട്. അതിനകത്തേക്ക് നമ്മള് വലിയ ഐസിന്റെ ബാർ അങ്ങോട്ട് ഇട്ടാൽ അതങ്ങനെ ചെല്ലുമ്പോഴേ തന്നെ അത് ഷൂന്ന് പോകും. അതിന് ഓപ്പോസിറ്റായ എത്ര തണുപ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാലും അത് ദ്രവിച്ച് കത്തിച്ച് കളയാനുള്ള പവർ എന്തിനുണ്ട്? ഉണ്ട്, അതിനുണ്ട്. അത് എവിടുന്ന വരുന്നേ? അഗ്നിപർവ്വതം എവിടുന്ന? ഈ അഗ്നിപർവ്വതം ഭൂമിയിലാണോ? അല്ലേ. അപ്പൊ ഭൂമിയിൽ പല ഭാഗത്തും ഈ അടിയിലത്തെ ഈ അഗ്നിപർവ്വതത്തിന്റെ ഇതിന്റെ പ്രഷർ കൊണ്ട് ദുർബലമായ പ്രദേശങ്ങളിൽ അത് പുറത്തേക്ക് പൊട്ടി കിലോമീറ്ററിൽ ഒഴുകി പിന്നീട് അത് സെറ്റ് ആകുമ്പോൾ പാറക്കല്ല് പോലെ ഇരിക്കും. അതിനകത്തും ജീവിക്കുന്ന ജീവികളുണ്ട്. ആ ചൂടിനകത്ത് ജീവിക്കാനുള്ള, ആ ചൂടിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ജീവിജാലങ്ങളെ ദൈവം അതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചിട്ട് അതിനകത്തോട്ടാ പോകുന്നത്. നമ്മൾ ഇവിടെ തീക്കാത്ത ബന്ധം മരിക്കും, പക്ഷെ അവിടെ മരിക്കാത്തൊരു ബോഡിയിലാണ് പോകുന്നത്. അവിടെ നമ്മൾ ഈ പുഴു കുത്തുകയും ചെയ്യും, ഈ തീക്കാത്തിരുന്ന് കൊള്ളും. ആ സ്ഥലം വിലാപങ്ങളിലാണ്. വിലാപങ്ങൾ, കരച്ചിലും പല്ലുകടി എന്നാണ് ബൈബിൾ ആ സ്ഥലത്ത് കുറിച്ച് പറയുന്നത്. അവിടെ ഇതുവരെ പോകുന്നവർ ഓരോ ദിവസം വന്നു കയറുന്നവരുടെ കരച്ചിലാണ്, അവിടെ വിലാപമാണ്. അത് അവസാനിക്കില്ല. ഇവിടെ ഭൂമിയിൽ പറയണം, മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം. ഈ കാലം മുഴുവൻ കഷ്ടവും ദുരിതമെന്ന് പറയുന്നു ബൈബിള്. നമ്മൾ 80 സംവത്സരം ജീവിച്ചവരാളോട് ചോദിച്ചാൽ ഈ 80 സംവത്സരവും നമ്മൾ സുഖമായിട്ട് ജീവിച്ചെന്ന് പറയോ? എത്ര വലിയ ധനികനാണേലും അവന്റെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ മന്ദബുദ്ധിയായ ഒരു കൊച്ചായിരിക്കും, ഇരിക്കപ്പെട്ട പോലെ
മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വീടുകളിൽ മിക്കവരുടെ വീട്ടിൽ ഇങ്ങനത്തെ 2 കുട്ടികളുണ്ട്. എന്താ കാരണം എന്നറിയാമോ? നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഡോക്ടർമാരെ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് രോഗം വന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആശയായിട്ട് പോകുന്നത് അല്ലേ? നമ്മൾ അവർ പറയുന്നതെല്ലാം ചെയ്യുന്നത്, അവർ പറയുന്ന കൈക്കൂലി കൊടുക്കുന്നത്, കെട്ടുതാലി പണയം വെച്ചിട്ടും വിറ്റിട്ടും കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നതല്ല. ഇത് വാങ്ങിച്ച് അനുഭവിക്കുമ്പോൾ ഇത് കണ്ടിട്ട് വെറുതെ ഇരിക്കാത്ത ഒരു ദൈവമുണ്ട്. അവരുടെ വീട്ടിൽ ദൈവം ഇങ്ങനത്തെ നിന്നിട്ട് മുതലിനെ കൊടുക്കും. എനിക്കറിയാവുന്ന പല ഡോക്ടർമാരുടെ വീട്ടിലുണ്ട് ഇങ്ങനെ. അവർക്ക് സമാധാനമില്ല. ഈ കുട്ടിയെ കാണുമ്പോൾ സമാധാനമുണ്ടോ? കൊല്ലാൻ പറ്റുമോ? നമ്മൾ പറയും നല്ല സമ്പന്നനാണ്, ഓടി കാറുണ്ട്, ജാഗ്വർ കാറുണ്ട്, മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്, വീട്ടിലിരിപ്പുണ്ട് ഇതുപോലെ സാധനം. നമ്മൾ പറയും വലിയ സമ്പന്നന്മാരുണ്ട്. ക്യാൻസറായിട്ട് RCCയിലും മറ്റു സ്ഥലങ്ങളിലും ടാറ്റായിലും കിടന്ന് അല്ലെങ്കിൽ കാരിത്താസിൽ കിടന്ന് എല്ലാം വിറ്റുപിറക്കി വിറ്റ് ശവപ്പെട്ടിയിലാക്കി കൊണ്ട് കുഴിച്ചിടും. സന്തോഷമുണ്ടോ? രോഗം, ദാരിദ്ര്യം, കഷ്ടത, ഒറ്റപ്പെടൽ, അവഗണന, തിരസ്കരണം, കുടുംബകലഹം, മദ്യപാനം, ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലെന്തുണ്ട്? എല്ലാവർക്കും പ്രശ്നമുണ്ട്. ആർക്കും തന്റെ ജീവകാലം മുഴുവൻ സമാധാനം സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങളുണ്ടാവും അല്ലെ? നമുക്കെല്ലാം പറയാം കുറച്ച് ദിവസം നമുക്ക് നല്ലതായിരുന്നു. നമ്മുടെ ഈ ആയുസിന്റെ ഏറിയ പങ്ക് നമ്മൾ പരാശ്രയത്തിൽ ജീവിക്കും. കുഞ്ഞുനാളായിരിക്കും നമുക്ക് നമ്മളെ കൈപിടിച്ച് നടക്കാൻ അപ്പനമ്മയും വേണം. മറ്റുള്ളവരുടെ കൈകളിൽ നമ്മൾ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങണം. അവരെ നമുക്ക് തന്നിട്ട് നാം ഭക്ഷിക്കണം. ഒരു വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട്, ചിലരാൽ സ്നേഹിക്കപ്പെട്ട്, സഹായിക്കാനോ അന്വേഷിക്കാനോ ആളില്ലാതെ വൃദ്ധസദനങ്ങളിൽ ആളുകൾ ചെറുപ്പക്കാരെന്ന് അപ്പനമ്മയും കൊണ്ടുവരാതെ തള്ളിക്കളയുക. വീടിന്റെ കോലായിൽ നിന്ന് ചുമക്കുന്നതും കുരയ്ക്കുന്നതും തങ്ങളെ ജനിപ്പിച്ചു വളർത്തിയ അപ്പനാണെന്നോ അമ്മയാണെന്നോ നോക്കാതെ തങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഇവരിങ്ങനെ ഇരിക്കുന്ന നാണക്കേടാണെന്ന് പറഞ്ഞ് വൃദ്ധസദനങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുക അനേക കാര്യങ്ങൾ. ആ അപ്പനും അമ്മയും ഒരു സ്ഥലത്ത് നിരങ്ങുമ്പോൾ ശേഷം അവർക്ക് സമാധാനം ജീവിക്കാൻ പറ്റില്ല. അവരുടെ നല്ല പ്രായത്തിൽ അവരുടെ മക്കൾ അവരെ കളയുമോ? അവരും മക്കൾ വളർന്നു വരുമ്പോൾ അവർ കണ്ടിട്ടുണ്ട് ഇവരുടെ അപ്പനെ ഇവർ കൊണ്ട് കളഞ്ഞത്. അന്ന് കാലം കുറവിടെ പുരോഗമിക്കുന്നുണ്ട്. ഒരുവിധ ആരോഗ്യമുള്ളപ്പോഴേ തന്നെ ഇവരെ കൊണ്ട് പിടിച്ച് എവിടെയും ആക്കും. ഭ്രാന്താണ് ഇയാക്കെന്ന് പറയും. ഒരിക്കലും വിട്ടേക്കരെന്ന് പറഞ്ഞുകൊണ്ട് ചാർത്തി ഇവിടെ ലയിപ്പിച്ചു. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പാപം എല്ലാ ഹൃദയങ്ങളിലും നിറഞ്ഞു കവിയും. ദൈവത്തെ നിഷേധിച്ച് ജീവന്റെ ഉറവയായ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സംവിധാനങ്ങൾക്കും, പണത്തിനും, പേരിനും, പ്രശസ്തിക്കും, അതിനുവേണ്ടിയും അവരുടെ ആരാധന, അവരുടെ ബലഹീനതയെ തൃപ്തിപ്പെടുത്തുവാൻ പല ക്ഷേത്രങ്ങൾക്കും പണം കൊടുത്തും പല കാര്യങ്ങളും ചെയ്തും ഹോമങ്ങളും യാഗങ്ങളും കഴിച്ച് തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷെ പൊട്ടക്കിണറുകൾ. ഇതിനവരെ രക്ഷിക്കാൻ ഒരിക്കലും ഒരു നാളും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് 11ാമത്തെ വാക്യത്തിൽ, ജനം 7ാമത്തെ വാക്യം, തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ബൈബിൾ പറയുന്ന പരസംഗം വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ. വിഗ്രഹാരാധനയും പരസംഗമാണ്. പരസ്ത്രീകളുമായി വേഴ്ചകൾ നടത്തുന്ന പരസംഗമാണ്. അങ്ങനെ ചെയ്ത അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറവറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറവറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കൂടെ നടന്നവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്നിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയണ, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുകയാണ്. ഇതെന്തിനാ ഇപ്പൊ നമുക്ക് എഴുതി തന്നേക്കുന്നേ? കാലത്തിന്റെ അവസാനം വന്നതുകൊണ്ട് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. നിങ്ങൾ പരസംഗം ചെയ്യരുത്, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നിങ്ങൾ ജീവന്റെ ഉറവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. 6,80,00,000 വിശുദ്ധന്മാർ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന AD 1000 വരെയുള്ള കാലഘട്ടങ്ങളിൽ
പല സാമ്രാജ്യങ്ങളുടെയും പല രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയും നേതൃത്വത്തിൽ കൊല ചെയ്യപ്പെട്ട വിശുദ്ധന്മാരുടെ ചോര വീണ മണ്ണാണ് ഈ ഭൂമി. യേശുവിന്റെ രക്തം മാത്രമല്ല, ഈ രക്തമൊക്കെ ദൈവസ്ഥനിൽ നിലവിളിക്കുന്നുണ്ട്. ഇതിന് പ്രതികാരം ദൈവം ചെയ്യാതിരിക്കത്തില്ല. അതുകൊണ്ട് അവർ വിഗ്രഹങ്ങളെയും അന്നത്തെ രാജാക്കന്മാരെയും ഭയപ്പെട്ട് സത്യദൈവത്തെ ത്യജിക്കാൻ അവർ തയ്യാറായില്ല. യേശുവിനെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇവർക്ക് ആർക്കും മരണം വരിക്കേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ അവർ മരണത്തെ തിരഞ്ഞെടുത്തു. യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കണ്ട, യേശു ഇല്ലാത്ത ജീവൻ വേണ്ട. കാരണം അവർക്ക് നിത്യത വലുതായിരുന്നു. മരണശേഷം നിത്യമായി കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, പട്ടിണിയില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത സ്വർഗത്തിൽ തങ്ങളുടെ പ്രിയനായ തങ്ങളുടെ തേജസ്സിന്റെ ഉടമയായ ദൈവത്തോടൊപ്പം വസിക്കാൻ അവർ മരണം തിരഞ്ഞെടുത്തു. അങ്ങനെ മരണം തിരഞ്ഞെടുത്തവര് നമ്മുടെ അയലോക്കംകാരെ നമ്മൾ പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ജീവൻ നൽകിയവനെ മാത്രം ഭയപ്പെടാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ, കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ സാക്ഷ്യം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ 2 വാക്യങ്ങളോ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 4-5 വാക്യം വായിക്കാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നീക്കിക്കളയും ചെയ്യും. ഇത് ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് പറയുകയാണ്. 2-3 അധ്യായങ്ങളിൽ 7 സഭകളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ അറിയിപ്പാണ്. ആദ്യ വിശ്വാസം നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചൊരു കാര്യം, വിശ്വാസം ചോർന്നു. ഭൗതികത, ലോകപരമായ കാര്യങ്ങൾ ദൈവസഭയിലേക്ക് കയറി വന്നു. പിന്നീട് അത് പൂർണ്ണമായും സത്യ ഉപദേശത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് നിൽക്കുന്ന എല്ലാ ക്രിസ്തീയ സംഘടനകളും അവിടെ എത്തി നിൽക്കുകയാണ്. അവിടെയാണ് കർത്താവ് വെളിപ്പാട് 3:20 പറഞ്ഞു, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ കൂടെ, അവൻ എന്റെ കൂടെയും അത്താഴം കഴിക്കും. എന്ന് വെച്ചാൽ ദൈവം ഇന്ന് സഭകളുടെ വാതിൽക്കൽ നിൽക്കുക. എന്ന് വെച്ചാൽ ദൈവം സഭയ്ക്കകത്താണോ? അല്ല, ദൈവം സഭകളുടെ പുറത്താണ്. കാരണം സഭ മുഴുവൻ സമ്പ്രദായങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ജാടയും മോടിയും സൗന്ദര്യവും പണവും ആർഭാടവും നിറഞ്ഞിരിക്കുന്നു. ദരിദ്രന്മാർക്ക് അവിടെ സ്ഥാനമില്ല, വിശക്കുന്നവരുടെ സ്ഥാനമില്ല, സൊസൈറ്റിയിലെ ഉന്നതന്മാർക്ക് മാത്രമാണ് അവിടെ സ്ഥാനമുള്ളത്. അവിടെ ദൈവമില്ല. ദൈവം സഭകളെ വിട്ട് പുറത്തു വന്നിട്ട് പറയുകയാണ്, ഈ കുട്ടുക, ഈ ആരെങ്കിലും അവിടെ ഉണ്ടോ? വാ, വന്നാൽ നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം അവിടെ എത്തി നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം അന്നും ഇന്നും, യെരമ്യാവിന്റെ കാലത്തും ശേഷം പ്രവാചകന്മാരുടെ കാലത്തും ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലത്തും ജീവജലത്തിന്റെ ഉറവയായ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത സമ്പ്രദായങ്ങളും സഭകളും കെട്ടിടങ്ങളും ഐഡിയോളജിയും സ്ഥാപനങ്ങളും ഡിനോമിനേഷനുകളും സംഘടനകളും ഉണ്ടാക്കിക്കൊണ്ട് ദൈവജനത്തിന് വിരുദ്ധമായി നടക്കുന്ന ആരാധനകളും പലവിധ വിക്രികളും കൊണ്ട് ഇന്ന് ജനത്തെ, ഇതൊക്കെയാണ് ദൈവസഭ എന്ന് അജ്ഞരായ മനുഷ്യർക്ക് തെറ്റിദ്ധരിപ്പിക്കുമാറ് പൂർണ്ണമായും അന്ധതയും ഇരുട്ടും സഭകളിൽ വ്യാപരിച്ചിരിക്കുന്നു. ഇത് സഭയല്ല എന്ന് കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.